ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും നയിക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 16:13 എന്നിരുന്നാലും സത്യത്തിന്റെ ആത്മാവായ അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും നയിക്കും. കർത്താവ് നമ്മോടൊപ്പം നടക്കുകയും നമ്മുടെ ദൈനംദിന ഭൗമിക ജീവിതത്തിൽ നമ്മെ നയിക്കുകയും ചെയ്യുക മാത്രമല്ല, അവൻ നമ്മെ ആത്മീകമായി നയിക്കുകയും ചെയ്യുന്നു. ഈ ഉദ്ദേശത്തോടെ ദൈവം നമുക്ക് ആശ്വാസകനെ, സത്യത്തിന്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നു. അവൻ വരുമ്പോൾ അവൻ നമ്മെ സകല സത്യത്തിലേക്കും നയിക്കുമെന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നു. എല്ലാ സത്യത്തിലേക്കും നയിക്കപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ആത്മീയമായി പൂർണ്ണരാകാൻ കഴിയുകയുള്ളൂ. മറ്റുള്ളവയെ അവഗണിക്കുമ്പോൾ, ഒരു സത്യത്തിന് പ്രാധാന്യം നൽകിയാൽ നമുക്ക് പൂർണ്ണതയിലേക്ക് വളരാൻ കഴിയുകയില്ല. അതിനാൽ സത്യത്തിന്റെ പൂർണ്ണതയിൽ നമുക്ക് നടക്കാൻ കഴിയേണ്ടതിന് കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ നമ്മെ പഠിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. ബൈബിളിനെ സത്യത്തിന്റെ വചനം എന്നാണ് വിളിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ സത്യം എന്ന് വിളിക്കുന്നു. അവൻ പറയുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. യോഹന്നാൻ 14:6 ഇത് കാണപ്പെടുന്നു. പരിശുദ്ധാത്മാവിനെ സത്യത്തിന്റെ ആത്മാവ് എന്ന് വിളിക്കുന്നു. യോഹന്നാൻ 16:13 കാണപ്പെടുന്നു. നിങ്ങൾ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതം പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കും. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇത് യോഹന്നാൻ 8:32 കാണപ്പെടുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ നേതാക്കൾ ദേശീയ മുദ്രാവാക്യം തിരഞ്ഞെടുത്തു: സത്യമേവ ജയതേ, സത്യം മാത്രം വിജയിക്കും. ലോകത്തിലെ എല്ലാ വിശ്വാസികളിലും വ്യവസ്ഥകളിലും സത്യം മാത്രം വിജയിക്കുമെന്നാണ് ഇതിനർത്ഥം. ബൈബിൾ അനുസരിച്ച് സത്യമായ യേശുക്രിസ്തു അത്യന്താധികമായി വിജയിക്കും. നാം വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ സത്യമായ ക്രിസ്തുവിൽ നാം സത്യമായി നടക്കണം. ആത്മാവിനാൽ എല്ലാ സത്യത്തിലേക്കും നയിക്കപ്പെടണം. സത്യം മാത്രം വിജയം പ്രാപിക്കുന്നു എന്ന പ്രയോഗത്തിന്റെ അർത്ഥം സത്യസന്ധതയിലേക്കും നിഷ്കളങ്കതയിലേയും ജീവിക്കുക എന്നതാണ്. ചെറിയ കാര്യങ്ങളിൽ നാം വിശ്വസ്തരാണെങ്കിൽ കർത്താവ് നമ്മെ വലിയ കാര്യങ്ങളെ ഏൽപ്പിക്കും. പീലാത്തോസിന്റെ മുൻപാകെ നിന്നപ്പോൾ യേശു ചോദിച്ചു, സത്യം എന്താണ്? എന്നിട്ടും ഉത്തരം ലഭിക്കുന്നതിന് മുൻപ് അവൻ നടന്നുപോയി. സത്യം അറിയാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും അത് സ്വീകരിക്കാൻ അവൻ തയ്യാറായില്ല. കാരണം അവൻ ദൈവത്തെക്കാൾ ആളുകളെ പ്രസാദിപ്പിക്കാൻ തിരഞ്ഞെടുത്തു. ഇന്നും പലരും അതേ രീതിയിൽ സത്യത്തെ നിരസിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ സത്യത്തിനായി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സത്യം നിങ്ങൾക്കായി ഉറച്ചു നിൽക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 1:17 ന്യായപ്രമാണം മോശ മുഖാന്തരം നൽകപ്പെട്ടു, എന്നാൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ദിനവൃത്താന്തം 16, 17, 18 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 7:28 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.